ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞത് മാരുതി സുസുക്കി 800 കാർബറേറ്റർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിപ്പോ എ സി രണ്ടാമത് കയറ്റിയ ഒരു വണ്ടിയാണ്. അപ്പൊ അതിനകത്ത് ഒരു യൂണിറ്റ് ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ എ സി ഇടുമ്പോൾ വണ്ടി നോർമലി സ്റ്റാർട്ട് ആകുമ്പോൾ ഒരു കുഴപ്പമില്ല. എ സി ഇടുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി പോകുന്നു, പെട്ടെന്ന് ജെർക്കായിട്ട് വണ്ടി ഓഫായി പോകുന്നു. അതാണ് വണ്ടിയുടെ ഒരു കംപ്ലൈന്റ്. അപ്പോൾ നമുക്ക് എ സിയുടെ ഒരു ആക്ടിവേറ്റർ ഫിറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതിന് എ സി ഇടുമ്പോൾ ആക്സിലേറ്റർ നോർമലായിട്ട് ഒന്ന് റേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവേറ്റർ വാക്യൂം യൂണിറ്റ് വഴി കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ എ സി ഇടുമ്പോൾ ഇവിടെ ഒരു സോക്കറ്റ് വരേണ്ടതാണ്, ഇതിനകത്തൊന്നും ഇല്ല. നമ്മളിപ്പോ കട്ട് ചെയ്ത് അതിനകത്ത് നിന്ന് ഒരു 2 ലൈന് എടുത്തേക്കാണ്. അത് എ സി ഓൺ ആക്കുമ്പോൾ ഇതിൽ കറണ്ട് വരും, ഒന്ന് എർത്തും വരും. ഓക്കെ, അത് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്, കാരണം ഈ ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്ന് വരുന്ന ഈ എയറിന്റെ ബാക്ക് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത് നമ്മളിപ്പോൾ അത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതാണ് എ സിയുടെ ആക്ച്വൽ ലൈൻ വരുന്നത്. അതായത് ഇവിടുന്ന് നമ്മൾ എ സി ഓണാക്കിയാലും ഓണാക്കിയില്ലെങ്കിലും വാക്യൂം ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ ലൈൻ നമുക്ക് എടുത്തിട്ട് ഇവിടെ ഒരു ഈ സ്റ്റാർ ഫിറ്റ് ചെയ്യുന്നിടത്തായിട്ട് ഒരു യൂണിറ്റ്, ഒരു ആക്ച്വേറ്റർ വരേണ്ടതായിട്ടുണ്ട്. ആ ആക്ച്വേറ്റർ ഇവിടുന്ന് പോകുന്ന ഒരു ലൈന് ഈ ആക്ച്വേറ്ററിന്റെ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ആക്ച്വേറ്ററിന്റെ ഒരു ലൈനിലോട്ട് വരും. അവിടുന്ന് ഒരു മറു എയറിന്റെ ഒരു കണക്ഷൻ വന്നിട്ട് ഈ കാണുന്ന ഒരു ഇതിലോട്ടാണ് വരുന്നത്. മീൻസ് ഇതിന്റെ ഒരു ഡയഫ്രം ആണ് വരുന്നത്. ഈ ഡയഫ്രം നേരെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാലും മനസ്സിലാവും, ഇത് ആക്സിലേറ്ററിന്റെ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഈ ഭാഗത്തായിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഈ സ്ക്രൂവിൽ നമുക്ക് ആക്സിലേറ്റർ എ സി ഇടുമ്പോൾ ഇച്ചിരി കൂടുതൽ വേണോ കുറവ് വേണോ എന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്കിപ്പോൾ നോക്കാം. ഇവിടുന്ന് വാക്യൂം വലിക്കുമ്പോൾ, അതായത് ഈ കാണുന്ന ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്ന് വരുന്ന ഈ ഓസിന്റെ ആ ഭാഗത്തു നിന്ന് നമ്മൾ എ സി ഇടുമ്പോൾ ഇതിൽ കറണ്ട് വന്നിട്ട് ഈ ഭാഗത്ത് കറണ്ട് വന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ആക്ച്വേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഈ വാക്യൂം നേരെ കയറി വന്നിട്ട് ഇവിടെ കൂടെ വലിക്കാൻ തുടങ്ങും. വലിക്കുമ്പോൾ ഇത് മുകളിലോട്ടാവുമ്പോൾ ഈ ആക്സിലേറ്റർ ശകലം പൊങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഇതിന്റെ എ സി ഇടുമ്പോൾ റേസിംഗിന്റെ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ആക്ച്വേറ്ററിന്റെ ഭാഗങ്ങളും കാര്യങ്ങളും നോക്കാം. ഇതിനകത്ത് ഓൾറെഡി ആക്ച്വേറ്റർ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പോൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്ത ഒരു ആക്ച്വേറ്റർ ആണ് ഈ വരുന്നത്. ഇത് സെന്റിയാണ് വന്നേക്കുന്നത്, കാരണം ഈ ഒരു കപ്ലർ അല്ല ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എ സി ഇടുമ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഇതിന്റെ പോസിറ്റീവ് ആയിരിക്കും, ഇതിന്റെ എർത്ത് ആയിരിക്കും വരുന്നത്. നമുക്കിപ്പോൾ ഈ കോഡ് വയർ വന്നിട്ട് ഈ വയർ വരുന്നിട്ട് ഇതിന്റെ പോസിറ്റീവ് ലൈൻ ആയിരിക്കും വരുന്നത്, ഇത് എർത്ത് ലൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ കളർ കോഡും അതേപോലെ തന്നെ കൊടുത്തു വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എ സി ഇടുന്ന സമയത്ത് നമ്മളിപ്പോ താഴേന്ന് ഈ ഭാഗത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ആ ഒരു താഴെ ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്ന് എടുക്കുന്ന വാക്യൂം ലൈൻ ഇവിടെ കൊടുക്കും. ഇവിടുന്ന് നമ്മൾ നേരെ ഈ ഭാഗത്തായിട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, എ സി ഇടുമ്പോൾ ഈ ആക്ച്വേറ്റർ അല്ലാത്ത സമയത്ത് ഈ ഡയഫ്രം വർക്ക് ചെയ്യില്ല. ആ ഒരു സക്ക് ചെയ്യുന്ന എയർ ഇങ്ങോട്ട് വരാതിരിക്കുമ്പോൾ ഈ ഭാഗത്തുനിന്ന് ഡയഫ്രം വർക്ക് ചെയ്യാതെ വരുമ്പോൾ, എ സി ഇടാത്ത അവസരത്തിൽ ഡയഫ്രം വർക്ക് ചെയ്യാതെ വരുമ്പോൾ നോർമൽ RPM വരും. എ സി ഇടുമ്പോൾ ഇവിടെ ഇതിന്റെ സോളിനോട് വർക്ക് ചെയ്തിട്ട് നേരെ ഈ വരുന്ന ഇൻടേക്ക് മാനിഫോൾഡിൽ നിന്ന് വരുന്ന എയറിനെ ഇങ്ങനെ ത്രൂ ആയിട്ട് ഇവിടോട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഡയഫ്രം വർക്കാവുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ ഉള്ള ഫംഗ്ഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ആദ്യം നോക്കാം. ഇതിന്റെ ലൈനും കാര്യങ്ങളും നമുക്ക് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് കറണ്ട് വരുന്നുണ്ടോ, എ സി ഇടുമ്പോൾ ഇവിടെ കറണ്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ടെസ്റ്റ് ലാമ്പ് പോസിറ്റീവ് ലൈനി കൊടുത്തിട്ടുണ്ട്, ബാറ്ററിയുടെ പോസിറ്റീവ് ലൈനി കൊടുത്തിട്ടുണ്ട്. മറു ലൈൻ ഇപ്പോൾ എർത്തിൽ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ കറണ്ട് എപ്പോഴും വന്ന് കിടക്കണം. ഈ എർത്ത് എപ്പോഴും വന്ന് കിടക്കുന്ന ഒരു എർത്ത് ലൈനാണ്. ഇനി നമുക്ക് എ സി ഇടുമ്പോൾ ഇവിടെ പോസിറ്റീവ് ലൈൻ വരുന്നുണ്ടോ എന്നാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ ബാറ്ററി ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതിന്റെ എർത്തിൽ കണക്ട് ചെയ്തു. ടെസ്റ്റ് ലാമ്പ് നോക്കുമ്പോൾ കത്തുന്നുണ്ട്. പോസിറ്റീവിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ കത്തുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ഓൺ ആകുമ്പോൾ ഇത് ലൈൻ വരുന്നുണ്ടോ എന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഓൾറെഡി എർത്ത് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ വന്നിട്ട് നേരെ ഇതിന്റെ പോസിറ്റീവ് ലൈൻ, ഓൾറെഡി ഇവിടെ കറണ്ട് വരുന്നുണ്ട് എർത്ത്. ഇനി പോസിറ്റീവ് ലൈൻ കൊടുത്തു. ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്തേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എ സി ഒന്ന് ഓണാക്കിയേ. എ സി ഓണാക്കി, എ സി ഓഫ് ചെയ്തേ. എ സി ഓണാക്കിയേ, എ സി ഓഫ് ചെയ്തേ, എ സി ഓണാക്കിയേ. എ സി ഓണാക്കുമ്പോൾ ഈ ലൈനിൽ കറണ്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ലൈൻ കറക്റ്റ് ആണ്. നമ്മൾ എ സി ഓണാക്കുമ്പോൾ ഈ വണ്ടി കിടന്ന് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് എ സി ഓഫ് ചെയ്തേ. എ സി ആകുമ്പോൾ നോർമലാണ്. എ സി ഓണാക്കിയേ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓട്ടത്തില് വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതിന്റെ ലൈനാണ് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നത്. എ സി ഓഫ് ചെയ്യോ, വണ്ടി ഓഫ് ചെയ്യും.
ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ആക്ച്വേറ്റർ ഫിറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ആക്ച്വേറ്റർ വരുന്നത്. ഇത് സെന്നിന്റെ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം സെയിം ആണെന്ന്, രണ്ട് സോക്കറ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഊതുന്ന സമയത്ത്, നമ്മൾ അല്ലെങ്കിൽ വാ കൊണ്ട് വലിക്കുന്ന സമയത്ത് സക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ത്രോട്ടിൽ കൊടുക്കേണ്ട കണക്ഷൻ. മീൻസ് ത്രോട്ടിൽ ബോഡിയുടെ ഭാഗത്ത് കൊടുക്കേണ്ട, ഈ ഭാഗത്ത് കൊടുക്കേണ്ട കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ആയി കിടന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകുമ്പോൾ നല്ല മിസ്സിംഗ് ആയിരിക്കും വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഈ ഭാഗത്ത്, അതായത് നമ്മൾ വാ കൊണ്ട് വലിക്കുമ്പോൾ ഇവിടെ സക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ട പോർഷൻ ഈ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗത്താണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്ത മറു ലൈൻ വരുന്നത് ഇതാണ്. ഇതിന്റെ മറു ലൈൻ വരുന്നത്, ഈ ലൈൻ നമ്മൾ ഊതുമ്പോൾ ഈ ഭാഗത്തിൽ കൂടെ എയർ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് കൊടുക്കേണ്ടത് ഇവിടെയാണ്, ഈ ഭാഗത്തായിട്ടാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്റ്റാർ അയച്ചിട്ട് ഈ ഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിന്റെ ആക്ച്വേറ്റർ, അതിന്റെ സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ലൈന് നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിന്റെ വയർ കൊടുക്കാം. നമ്മൾ നേരത്തെ കണ്ടത് ഇത് പോസിറ്റീവ് ലൈനാണ്. നമ്മളിതിൽ അതേപോലെ പോസിറ്റീവിൽ കൊടുക്കുന്നു. ഈ എർത്ത് ഇതിലും കൊടുത്തിട്ട് ഇനി കറക്റ്റായിട്ട് നമുക്ക് ടേപ്പ് ചെയ്ത് വിടാം. നമ്മളിപ്പോൾ ഇതിന്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ സോക്കറ്റിൽ നിന്ന് വരുന്ന ലൈൻ നമ്മൾ നേരെ ലൂപ്പ് ചെയ്തിട്ട് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് തന്നെ ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. വയർ വലിയാത്ത രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് ലൈനാണ് കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന്റെ നേരെ നമ്മൾ ഊതി നോക്കുമ്പോൾ വരുന്നത് ഇതിനകത്ത് നിന്ന് സക്ക് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്മൾ ഊതുമ്പോഴും അല്ലെങ്കിൽ വാ കൊണ്ട് സക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ആ ഒരു സെക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് നേരെ കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഓക്കെ, ഇത് വരുന്നത് നമ്മൾ ഊതുമ്പോഴും അല്ലെങ്കിൽ സക്ക് ചെയ്യുമ്പോഴും ഈ ഭാഗത്തൂടെ എയർ പോകുന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കേണ്ടത് ഇവിടെയാണ്. മീൻസ് ഇതിങ്ങനെ സക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലൈന് ഇവിടെ ആക്ച്വേറ്റർ AC ഓൺ ആക്കുമ്പോൾ ഈ ആക്ച്വേറ്റർ വർക്ക് ചെയ്യുമ്പോൾ ഈ ലൈൻ ത്രൂ വന്നിട്ട് ഇതിനകത്ത് നിന്ന് ഇവിടോട്ട് കണക്ഷൻ വന്നിട്ട് ഈ വാക്യൂം, ഈ കാണുന്ന വാക്യൂം നേരെ ഇങ്ങനെ കറങ്ങി ഇവിടെ വരുമ്പോൾ ഈ ഡയഫ്രം വർക്കായിട്ട് നേരെ ഈ ഒരു ലിവറിനെ തള്ളുമ്പോഴാണ് ഇതിന്റെ ആക്സിലേറ്ററിന്റെ ആ ഒരു AC ഇടുമ്പോൾ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണക്ഷനും കാര്യങ്ങളും കൊടുക്കാം. നമ്മളിപ്പോ ഇതിന്റെ വാക്യൂം ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വാ കൊണ്ട് വലിക്കുന്ന സമയത്ത് ഇവിടെ സക്ഷൻ കറക്റ്റായിട്ട് നാക്കിന്റെ ഭാഗത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ലൈൻ നേരെ വന്നിട്ട് വരുന്നത് ഇതിന്റെ ഇൻടേക്ക് മാനിഫോൾഡിന്റെ ലൈനിലായിരിക്കും വരുന്നത്. മീൻസ് ഇത് എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിങ്ങനെ വാക്യൂം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റോപ്പ് ആയിട്ട് തന്നെ ഇവിടെ നിൽക്കും. ഇത് വാക്യൂം വലിച്ചുകൊണ്ടേയിരിക്കും. ഈ സോളിനോട് വർക്കായാൽ മാത്രമേ ഈ വരുന്ന വാക്യൂം നേരെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഈ ഡയഫ്രത്തിലോട്ട് വന്നിട്ട് ഈ ഡയഫ്രം നേരെ ഇതിനെ ആക്ച്വേറ്റ് ചെയ്ത് കൊടുക്കത്തുള്ളൂ. അതായത് ഈ ഡയഫ്രം വർക്ക് ചെയ്യുമ്പോൾ ഈ ഡയഫ്രം മേലോട്ട് പോകും. സക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് എയർ സക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡയഫ്രം മേലോട്ട് പോകുമ്പോൾ ഈ ലിവർ മേലോട്ട് പോകും. ഇത് ഈ ആക്സിലേറ്ററിന്റെ ഭാഗത്തായിട്ടാണ് ഇതിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ സ്ക്രൂ നമുക്ക് RPM കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം, കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. അപ്പൊ ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പൊ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇപ്പോ ഈ ലിവറിന് വേറെ ഫംഗ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. മീൻസ് ഈ സോളിനോയിഡ്, ഈ സ്വിച്ചിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ലിവർ മേലോട്ട് വലിക്കും. ഇപ്പോൾ സ്വിച്ചിന് വേറെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഈ വാക്യൂം നേരെ വന്നിട്ട് ഈ ഭാഗത്തായിട്ട് സക്കായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ AC ഓൺ ആക്കുമ്പോൾ ഇത് തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന ലൈനാണ് ഈ വരുന്നത്. നമ്മളിപ്പോൾ അതിന്റെ ലൈനും കാര്യങ്ങളും ചെക്ക് ചെയ്താണ്. AC ഓൺ ആകുമ്പോൾ ഇവിടെ ലൈൻ വരുമ്പോൾ ഇത് ഈ സോളിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വാക്യൂത്തെ നേരെ ഇങ്ങോട്ട് കയറ്റി വിടും. അപ്പൊ നമുക്ക് നോക്കാം. AC ഒന്ന് ഓൺ ആക്കിയേ. AC ഓൺ ആക്കുമ്പോൾ ഈ ലൈൻ നമുക്ക് മേലോട്ട് പോകുന്നത് കാണാനായിട്ട്. AC ഓഫ് ചെയ്തേ. AC ഇപ്പോൾ താഴോട്ട് പോകുന്നു. AC ഓൺ ആക്കുമ്പോൾ മുകളിലോട്ട് പോകുന്നു. AC ഓൺ ആക്കിയേ. ഇപ്പൊ നമുക്ക് നോക്കിയാലും AC ഓഫ് ചെയ്തേ. ഇപ്പൊ AC ഓഫ് ചെയ്തിട്ടുണ്ട്. AC ഒന്ന് ഓൺ ആക്കിയേ. AC ഓൺ ആക്കുമ്പോൾ ഈ ലൈൻ വാക്യൂം കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് എഞ്ചിൻ റേസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ വരും. AC ഓഫ് ചെയ്തേ. AC ഓൺ ചെയ്തേ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ലൈൻ ഒന്ന് അഴിച്ചു വിട്ട് നോക്കാം. നമ്മളിപ്പോ ഈ കൊടുത്തേക്കുന്ന ലൈന് അഴിച്ചു വിടുമ്പോൾ ഇവിടെ നല്ല ജെർക്കിങ് കാണാനായിട്ട് സാധിക്കും. AC ഓഫ് ചെയ്തേ. AC ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ജെർക്കിങ് മാറണം. മീൻസ് AC ഓൺ ചെയ്യുമ്പോൾ എഞ്ചിൻ ഒരു ശകലം കൊണ്ട് റേസിങ് വന്നാൽ മാത്രമേ എഞ്ചിന് ലോഡുമായിട്ട് സെയിം ആയിട്ട് വരത്തുള്ളൂ. കാരണം ACയുടെ കംപ്രസറോട് വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിന് ലോഡ് കൂടുമ്പോൾ ഇവിടെ ഒരു ശകലം ആക്സിലേറ്റർ കൊടുക്കണം. AC ഓൺ ചെയ്തേ. AC ഓൺ ചെയ്യുമ്പോൾ ഇത് വർക്ക് ചെയ്യുന്നില്ല. എഞ്ചിൻ നല്ല രീതിയിൽ തോന്നുന്നുണ്ട്. നമ്മൾ ഇത് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എഞ്ചിന്റെ ആ തുള്ളൽ മാറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ആ ഒരു ലിവർ വർക്ക് ചെയ്ത്. AC ഓഫ് ചെയ്തേ. AC ഓഫ് ഇത് താഴ്ന്നുണ്ട്. AC ഓൺ ചെയ്തേ.
ഓക്കെ, ഇതിപ്പോ കറക്റ്റ് RPM-ലാണ് നമ്മളിപ്പോ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോ ഈ ശകലം RPM കൂട്ടണമെന്നുണ്ടെങ്കിൽ AC ഓൺ ചെയ്യുമ്പോൾ RPM കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറില് നമുക്കൊന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ റേസിംഗ് കൂടി കൂടി വരുന്നത് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് വേണ്ട ഒരു RPM-ല് ഏകദേശം ഈ ഒരു RPM-ല് നമുക്ക് സെറ്റ് ചെയ്താൽ മതി. ഇനി നമുക്ക് AC ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. AC ഒന്ന് ഓഫ് ചെയ്തേ. AC ഓഫ് ചെയ്യുമ്പോൾ അവിടെ ഡയഫ്രം താഴോട്ട് പോകുന്നുണ്ട്, നോർമൽ RPM തന്നെ നിൽക്കുന്നുണ്ട്. AC ഓൺ ചെയ്തേ. AC ഓൺ ചെയ്യുമ്പോൾ റേസിംഗ് കൂടുന്നുണ്ട്, എഞ്ചിന് വേറെ വൈബ്രേഷനോ കാര്യം. AC ഓഫ് ചെയ്ത് ഒന്ന് ഓൺ ചെയ്തേ. ഓഫ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ആക്യുവേറ്ററിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, വണ്ടി ഓഫ് ചെയ്തു. AC ഓഫ് ചെയ്ത് വണ്ടി ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ മാരുതി 800 കാർബേറ്റർ വണ്ടിയിൽ രണ്ടാമത് AC കയറ്റി വണ്ടി ആയാലും AC ഉള്ള വണ്ടി ആയാലും ഈ ആക്ച്വേറ്റർ വർക്ക് ചെയ്യുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ട്യൂബ് കറക്റ്റ് വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അതുപോലെ നമുക്ക് എങ്ങനെ ഇത് ആക്ച്വേറ്റർ നമുക്ക് സെന്നിന്റെ ആയാലും ആക്ച്വേറ്റർ സെയിം തന്നെയാണ്. ഈ രണ്ട് വാൽവ് തന്നെയാണ്, രണ്ട് വയർ തന്നെയാണ് വരുന്നത്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ അതില് നമ്മൾ കൊണ്ട് ഈ ആക്ച്വേറ്ററിന്റെ കൊണ്ട് വലിക്കുമ്പോൾ സക്ക് ചെയ്യുന്ന ഭാഗം വരുന്നത് നേരെ ത്രോട്ടിൽ ബോഡിയുടെ ഭാഗത്താണ് വരുന്നത്. നമ്മൾ ഊതുമ്പോഴും സക്ക് ചെയ്യുമ്പോഴും ഒരു നല്ല ഫ്രീ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ ആ ഭാഗം വരുന്നത് ഇതിന്റെ ഡയഫ്രത്തിന്റെ ഭാഗത്താണ്, കാർബറേറ്റർ ഡയഫ്രത്തിന്റെ ഭാഗത്താണ്. സെന്നായാലും അതുപോലെ തന്നെ 800 ആയാലും കാർബറേറ്റർ മോഡൽ വണ്ടികൾക്ക് അങ്ങനെയായിരിക്കും അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. അതിന്റെ പോസിറ്റീവ് ലൈൻ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കുക. പോസിറ്റീവ് AC ഓൺ ആക്കുമ്പോൾ അതിൽ പോസിറ്റീവ് ലൈൻ വരുന്നുണ്ടോ എന്നൂടെ കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ ഇപ്പൊ AC ഓൺ ആക്കുമ്പോൾ നമുക്ക് ആ ഒരു വാക്വം വർക്കായിട്ട് നേരെ ആക്സിലേറ്ററിന്റെ ആ ഒരു ആക്സിലേറ്ററിന്റെ നമ്മൾ ആക്സിലേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യുന്നതിന്റെ താഴെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലേറ്റർ നമ്മൾ AC ഓൺ ആക്കുമ്പോൾ ഈ ലിവർ മേളിലോട്ട് വെക്കുമ്പോൾ ആക്സിലേറ്റർ ശകലം കൂടും. അതായത് അതിൽ വന്ന് തട്ടിയിട്ട് ആക്സിലേറ്ററിനെ കുറച്ച് കൂട്ടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് AC ഓൺ ആക്കുമ്പോൾ RPM ഇച്ചിട്ട് കൂടി നിൽക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അഥവാ നമ്മളിപ്പോൾ ഇങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ RPM കൂട്ടി വെക്കുകയാണെങ്കിൽ AC ഓൺ ആക്കിയില്ലെങ്കിലും RPM ഹൈയിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡയഫ്രവും അതുപോലെ ഈ ആക്ച്വേറ്റർ ഇല്ലെന്നുണ്ടെങ്കിൽ AC ഓൺ ആക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റേസ് ആവുന്ന ഒരു കണ്ടീഷൻ വരില്ല. അപ്പോൾ അത് ഈ ആക്ച്വേറ്റർ അല്ലെങ്കിൽ ഡയഫ്രത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇത് വരാനുള്ള ചാൻസ് ഇല്ല. രണ്ടാമത് AC കയറ്റുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ AC ഓൺ ആക്കുമ്പോൾ എഞ്ചിൻ വൈബ്രേഷൻ കൂടുതലായിട്ട് വരുന്നു. അതുപോലെ തന്നെ വണ്ടി ഓഫ് ആവുന്ന ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ട്രാഫിക്കിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ തന്നെ വണ്ടി ഗിയർ അങ്ങോട്ട് ഇടുമ്പോൾ തന്നെ വണ്ടി ഓഫ് ആയി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നു. അപ്പോൾ AC ഓൺ ആക്കുമ്പോൾ അതിന് തക്ക മതിയായിട്ടുള്ള എഞ്ചിൻ ലോഡിനനുസരിച്ചുള്ള ആക്സിലേറ്റർ കിട്ടാതെ വരുമ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ അതിന്റെ ആക്സിലേറ്റർ ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.